കൊല്ലം പത്തനാപുരത്ത് UDFന്റെ അനൗൺസ്മെന്റ് വാഹനം കസ്റ്റഡിയിലെടുത്ത് പോലീസ്. അനൗൺസ്മെന്റിലൂടെ ഗണേഷ് കുമാറിനെതിരെ വ്യക്തിഹത്യ നടത്തുന്നു എന്ന പരാതിയിലാണ് നടപടി. പത്തനാപുരം പട്ടാഴിയിൽ വെച്ച് വാഹനം LDF പ്രവർത്തകർ തടയുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും പോലീസുകാരും എത്തിയാണ് വാഹനം കസ്റ്റഡിയിലെടുത്തത്. AV ജയശങ്കർ വിവരങ്ങളുമായുണ്ട്. ജയശങ്കർ, ഇന്നലെ തന്നെ ഈ അനൗൺസ്മെന്റ് വാഹനത്തിൽ ഈ ഗണേഷ് കുമാറിന്റെ 5000 പ്രണയമുണ്ട് എന്ന് പറഞ്ഞ പരാമർശവുമായി ബന്ധപ്പെട്ട ചില അനൗൺസ്മെന്റുകളൊക്കെ നടക്കുന്നു എന്ന് പറഞ്ഞൊരു പരാതി ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ വ്യക്തിഹത്യ നടത്തുന്നു എന്നുള്ളത് അടക്കം ആരോപണങ്ങൾ. എനിക്കതിന്റെ അനൗൺസ്മെന്റിന്റെ പൂർണ്ണരൂപം എന്താണെന്ന് അറിയില്ല. എന്തായാലും അത് സംബന്ധിച്ചുള്ളതാണ് നമ്മൾ ഈ വാർത്തകൾക്കിടയിൽ കേട്ടത്. അതിനെതിരെ പരാതി ഉണ്ടായിരുന്നു. അതിനുശേഷവും ഈ അനൗൺസ്മെന്റ് തുടർന്നോ? അതായത് മധു, കഴിഞ്ഞ ദിവസം LDF ഇത്തരത്തിൽ ഗണേഷ് കുമാറിനെതിരെ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിൽ UDF പ്രചരണ വാഹനത്തെ ഉപയോഗിച്ചു ഇതിലൂടെ അനൗൺസ്മെന്റ് നടത്തിയെന്ന് കാണിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഗണേഷ് കുമാറിന്റെ ഏജന്റ് LDFന്റെ ഏജന്റ് പരാതി നൽകിയിരുന്നു. പക്ഷേ ആ പരാതി നൽകിയതിനു ശേഷവും ഇത്തരത്തിൽ അനൗൺസ്മെന്റ് തുടർന്നതോടുകൂടിയാണ് ഈ പത്തനാപുരം പട്ടാഴിയിൽ വെച്ച് ഈ UDFന്റെ അനൗൺസ്മെന്റ് വാഹനം LDF പ്രവർത്തകർ തടഞ്ഞത്. ഇത്തരം ഒരു വാഹനത്തിൽ പ്രചരണം നടത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വാഹനത്തിന്റെ പ്രവർത്തനം തടഞ്ഞത്. അങ്ങനെ ഈ വാഹനം വഴിയിൽ തടഞ്ഞിട്ടതിന് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ എത്തുകയും ഈ വാഹനം കസ്റ്റഡിയിൽ എടുക്കാനുള്ള ഒരു തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തത്. പിന്നാലെയാണ് പോലീസ് എന്തായാലും ഈ വാഹനം നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. വാഹനം പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതിന് പിന്നാലെയാണ്, ഒരു തർക്കം ഉണ്ടായതിന് പിന്നാലെയാണ് പോലീസ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശമനുസരിച്ച് നിലവിൽ UDFന്റെ ജ്യോതികുമാർ ചാമക്കാലയുടെ അനൗൺസ്മെന്റ് വാഹനം നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരത്തിൽ ഈ പ്രണയവുമായി ബന്ധപ്പെട്ട തനിക്ക് 500 പ്രണയമുണ്ടെന്നൊക്കെ ഉള്ള ഗണേഷ് കുമാറിന്റെ വിശദീകരണങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് അത് അനൗൺസ് ചെയ്തുകൊണ്ടുള്ള ഈ വാഹന പ്രചരണത്തിനെതിരെ LDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു. പരാതിക്ക് പിന്നാലെയും ഒരു തരത്തിലുള്ള നടപടിയും കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടാവുകയോ ഇല്ലെങ്കിൽ ഈ UDF ഈ പ്രചരണം നിർത്താതെ വരികയും ചെയ്തതോടുകൂടിയാണ് ഇത്തരത്തിൽ അനൗൺസ്മെന്റ് വാഹനം LDF പ്രവർത്തകർ തടഞ്ഞത്. പിന്നാലെയാണ് ഇപ്പോഴെന്തായാലും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും എത്തി വാഹനം കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. മാധു, AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. പത്തനാപുരത്ത് കോൺഗ്രസിന്റെ പ്രചാരണ വാഹനം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെത്തി കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു.